വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു വാർത്തയുടെ പിന്നാലെ തന്നെയാണ് ന്യൂസ് മലയാളം 24/7. കൊച്ചി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പുറത്തുവന്ന ടാർഗറ്റ് പീഡന ദൃശ്യങ്ങൾ വ്യാജമല്ലെന്ന് വെളിപ്പെടുത്തി കൂടുതൽ പേർ രംഗത്തെത്തി. പീഡനം നടന്നെന്ന് ആവർത്തിച്ച് കൂടുതൽ യുവാക്കൾ രംഗത്തെത്തി. പീഡനത്തിനിരയായെന്ന് മലപ്പുറം സ്വദേശി ഫിനാൻ ന്യൂസ് മലയാളത്തോട് തുറന്നു പറഞ്ഞു. എവിടെയും തുറന്നു പറയാൻ തയ്യാറെന്നും ഫിനാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇതിലിപ്പോ ഞാന് ഫസ്റ്റില് ടൗസറിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഈ സൈഡിൽ ഞാൻ നിൽക്കുന്നത് ഞാനാ. പേരെന്തായിരുന്നു മോന്റെ? എന്റെ പേര് സിനാനാണ്. ഇക്കൊരു ഇതിൽ മനാഫ് നോണ അറിയാന്നല്ല കേട്ടോ. ഇത് ഞാൻ 100%, അത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന 100% തട്ടിപ്പായോണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ അവിടെ 11 മാസം നിന്ന് 11-12 മാസം ചോദിക്കട്ടെ. ഈ പട്ടിയെ പോലെ നടത്തിച്ചവനും അതേപോലെ പട്ടിയെ ആ ബെൽറ്റ് പിടിച്ചവനും പറഞ്ഞത് അത് വെറും തമാശക്ക് ചെയ്തതാണ്, വീഡിയോ വ്യാജമാണെന്നാണ്. അത് ഒരിക്കലും തമാശക്കല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അത് പണിഷ്മെന്റ് ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഇങ്ങനൊന്നല്ല. അത് 100% റാഗിങ്. അവര് നമ്മളവിടെ പറഞ്ഞു വന്ന് കൊണ്ടുവന്നതും. ഈ വീഡിയോ സത്യമല്ലേ? പുറത്തു വന്ന വീഡിയോ സത്യമല്ലേ? 100%. ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ട ഈ വാർത്ത വ്യാജമെന്ന തരത്തിൽ നിരവധി പ്രചരണങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ സത്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പീഡനത്തിനിരയായ യുവാക്കൾ ന്യൂസ് മലയാളത്തോട് പങ്കുവച്ച ഈ പ്രതികരണങ്ങൾ. അവരുടെ പ്രതികരണങ്ങൾ ഒന്നുകൂടി കണ്ടു. വെള്ളത്തിൽ മുക്കി തറയിലിട്ട് നക്കി കഴിക്കാൻ പറയും. കോയിൻ നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ പട്ടിനെ പോലെ നക്കിക്കൊണ്ട് ആറ്റം വരെ വേണം. അതേപോലെ തന്നെ അവിടെ നിന്ന് നക്കിക്കൊണ്ട് ഈ അറ്റം വരെ തന്നെ. ഈ ചീന പഴമില്ലേ, അത് 2 ദിവസം മുമ്പ് അവിടെ തിന്നിട്ട് വേസ്റ്റിൽ പോയേക്കണ പഴം വാങ്ങിക്കും. അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കും. ആ ചീന പഴം എടുത്തെണ്ണം വന്നിട്ട് അതിൻ്റെ മേളിൽ തുപ്പിയിട്ടിട്ട് നക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ടാർഗറ്റ് ആവാത്ത കുട്ടികളെ രാത്രി സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി കൊണ്ട് മാത്രമല്ല അടിക്കുന്നത്, വടി കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിൻ്റെ ചാർജർ എടുത്തിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടിയൊക്കെ അടിക്കും. ഈ 2500 താഴെ അല്ലെങ്കിൽ 2000 താഴെ പിടിച്ചാൽ ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? ആണുങ്ങളുടെ പാൻറ്റോ അല്ലെങ്കിൽ അനിക്കറോ എന്താണെന്ന് വെച്ചാൽ അഴിക്കുക. ഇന്നറിലായിരിക്കും നിൽക്കണത്. പരസ്പരം അങ്ങാട്ടും പിടിച്ചോണ്ടിരിക്കും. ആ മാനേജറിനെ കൊണ്ട് ഞങ്ങളെ മൊത്തം നല്ല ചീത്ത പറയിപ്പിക്കുക. ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം എറണാകുളത്തുള്ള എല്ലാ പോലീസും അവിടുത്തെ ഹുബൈൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ കീഴിലാണെന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ടായി. ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 മാസം സീനിയറായിട്ടുള്ള ഒരു ട്രെയിനിക്ക് 2000 ടാർഗറ്റ്. ഇതാണ് അവൻ്റെ ജ്യൂസ്. പിന്നെ 2500 അത് അവൻ്റെ ജ്യൂസ്. ഒരു 3000-3500 അങ്ങനെ പോകും. ഇപ്പോൾ ഈ 2000 ജ്യൂസുള്ളവന് അവിടുന്ന് വോയിസ് ഉണ്ടാവും. എല്ലാവരുടെയും മുമ്പിൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ 2 മിനിറ്റ് സംസാരത്തിൽ അവൻ എന്തൊക്കെയാണ് ഫീൽഡിൽ പോയിട്ട് എങ്ങനെയാണ് ബിസിനസ് പിടിച്ചത് എന്നുള്ളത് ഒരു ചെറിയൊരു ലഘുലേഖനായിട്ട് പറയാം. പിന്നെ ഉള്ളത് ഇമ്പാക്റ്റ് എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ 2-3 ടീമായിട്ട് നിർത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് എതിർ ടീമിനെ എന്ത് വേണമെങ്കിലും ആ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എതിർ ടീമിൻ്റെ മനസ്സിനെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ 2 മിനിറ്റ് എതിർ ടീമുള്ള ചങ്ങായി മിണ്ടാണ്ട് നിന്ന് കേട്ടല്ലോ. തന്തക്ക് വിളിച്ചാൽ പോലും മിണ്ടാണ്ട് നിന്ന് കേട്ടോണം. അവന് വോയിസ് പറയണമെങ്കിൽ ജ്യൂസ് അടിക്കണം. അവൻ്റെ ടാർഗറ്റ് അവൻ പിടിച്ചു കഴിഞ്ഞാൽ അവനക്ക് തിരിച്ച് വോയിസ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു കോമ്പറ്റീഷൻ എന്ന നിലയിലാണ് ചെയ്യുന്നത്. ഫീൽഡിൽ പോകുന്ന നമ്മൾ സ്വന്തം പേഴ്സണൽ ഫോണൊന്നും തരില്ല. ഇപ്പോൾ ഓഫീസിൽ നിന്നാണെങ്കിലും ഒരു ചെറിയൊരു ഫോൺ പോലും നമുക്ക് തരുന്നില്ല. റൗണ്ടിൽ എല്ലാവരും നിന്നിട്ട് ഇങ്ങനെ കൈമുട്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്ലാസ് എടുത്ത് അത് തലേ ദിവസത്തെ സെയിലിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത ആളാണ് സർക്കിൾ വിളിക്കുക. ആ സർക്കിൾ വിളിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ മാനേജേഴ്സിൻ്റെ ഒരു നീണ്ട ക്ലാസ് ആയിരിക്കും. ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനടുത്തോളം നീണ്ട ക്ലാസ് ആയിരിക്കും. ഇരിക്കാനൊന്നും പറ്റത്തില്ല. നിന്ന് ക്ലാസ് കേട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു 21 ദിവസം നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൈൻഡിൽ ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ 22ാമത്തെ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും. അതാണ് ഇവരെ മെയിനായിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. പക്ക ബ്രെയിൻ വാഷിംഗ് ആണ് അവിടെ നടക്കുന്നത്. മെയിനായിട്ട് മിഡിൽ ക്ലാസ്സിലുള്ള കുട്ടികളെ നോക്കി അവർ എടുക്കും. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദ്യം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇപ്പോൾ ഇന്ന കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആളാണ്, ഇന്ന രീതിയിലാണ് ഇവനോട് സംസാരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവനെ പിടിച്ചു നിൽപ്പിക്കലാണ്. ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ട്. 3000 ബിസിനസ് ഇല്ലാത്തവർക്ക് ഫോൺ കൊടുക്കില്ല. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് വന്ന പയ്യനാണെങ്കിൽ അവന് 2000 ബിസിനസ്സാണ് എങ്കിലേ സ്വന്തം ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കും. വീട്ടിൽ വരെ വിളിക്കണമെങ്കിൽ മാനേജറിൻ്റെ ഫോണിൽ വിളിക്കേണ്ടി വരും. ഫോൺ തരുന്ന സമയത്ത് ഇപ്പോൾ പുതിയ പയ്യനൊക്കെ ആണെങ്കിൽ ഒരു വന്നിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക്, 1 മാസം, 2 മാസം എന്നുള്ള പയ്യനാണെങ്കിൽ നമ്മൾ പയ്യൻ്റെ അടുത്ത് ഒരു സീനിയർ ട്രെയിനി എപ്പോഴും കൂടെ ഉണ്ടാവും. അവൻ എന്താണ് വീട്ടിൽ പറയുന്നത്, അവൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നോക്കേണ്ടിയിട്ട്, അവൻ ആരൊക്കെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ ട്രെയിനി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മാനേജർ നമ്മളെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, നമ്മൾ എവിടെ പോകുന്നത് ഒക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഈ 7:45 നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ നമ്മൾ ഇറങ്ങേണ്ടത് പിറ്റേ ദിവസം 9 മണിക്ക് രാവിലത്തെ സർക്കിളും ക്ലാസ്സും ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞാൽ. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധനം എടുത്തിട്ട് സെയിലിന് പോവുക. ഓരോ മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ മാനേജറിനെ കോൺടാക്റ്റ് ചെയ്യണം.
കോണ്ടാക്ട് ചെയ്തവർക്ക് ഫൈൻ വേറെയും വരുന്നുണ്ട്. ചില കുട്ടികളുണ്ടാവില്ല, ഇപ്പോൾ ഒന്നും വിൽക്കാതെ റെസ്റ്റ് എടുക്കുന്ന കുട്ടികളുണ്ടാവില്ല. അപ്പോൾ അവർ പിടിക്കേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ മണിക്കൂറായിട്ട് വിറ്റിൽ ഇപ്പോൾ 1 മണിക്കൂറായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഇറങ്ങി, എനിക്കിപ്പോൾ 1 മണിക്കൂറായിട്ട് എനിക്കൊന്നും പോയില്ല. അപ്പോൾ അടുത്തൊരു മണിക്കൂറായിട്ട് ഒന്നും പോയില്ലെങ്കിൽ അവർ ശകാരിക്കും. നീ എന്താ കളിക്കുന്നത്, നീ എന്താ അങ്ങനെ ആക്കുന്നത്, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ 1 മണിക്കൂറായിട്ട് ഇപ്പോൾ വിളിച്ചില്ലെങ്കിൽ 100 രൂപ വെച്ച് കട്ട് ചെയ്യും നമ്മൾ അടുത്ത്. എനിക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ആയിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാൻ പൈസ തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിച്ചോ. നമ്മൾ അത് വൈകിട്ട് വരെ ശരി. ഞാൻ എന്നിട്ട് ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് വരെ കരഞ്ഞ് വരെ ഞാൻ ചെന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ചേച്ചി എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ, എന്താണ് ഞാൻ ഇങ്ങനെ നടക്കുന്ന പിള്ളേരാണ്, മാർക്കിന് വേണ്ടി നടക്കുന്ന പിള്ളേരാണ്, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരുമോ, ഞാൻ ഇതുവരെ ഒന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് അവർ ഭക്ഷണമൊക്കെ തരും, നല്ലൊരു കെയറിങ് ഒക്കെ തന്നിട്ടായിരിക്കും അവർ പറഞ്ഞത്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഫുഡൊക്കെയാണ് തരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആകെ അവിടെ ഉള്ളതെന്ന് കഴിഞ്ഞാൽ ചോറുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഫുഡിൻ്റെ വെച്ചാൽ ഒരു ഉപ്പും മുളക് പൊടിയും മാത്രം ഉണ്ടാവും. ഇത് തന്നെ നമ്മളവിടെ ചോറിൻ്റെ വെച്ച് കഴിക്കണം. ഇതാണ് അവിടുത്തെ ഫുഡ് അക്കോമഡേഷൻ ഫ്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HPL എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ജോയ് ജോസഫ് എന്ന് പറഞ്ഞാൽ അതാണ് MD. അപ്പം ആ പുള്ളി രണ്ടിലാണ് ഈ ഹുബൈൽ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത്. ഹുബൈൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഏജൻറ്റ് മാത്രം എന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞത്. കാരണം അത് നമ്മളെ ഈ ജോയ് ജോസഫ് എന്ന് പറഞ്ഞ ആളിൻ്റെ നിന്ന് പ്രോഡക്റ്റ് എടുക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ആ ഒരു ബന്ധം മാത്രമാണ്. പക്ഷേ മിക്ക പ്രൊമോഷനും ഈ ജോയ് ജോസഫ് എന്ന് പറഞ്ഞ ആൾ നമ്മളോട് ബ്രാഞ്ചിലോട് വന്നിട്ടുണ്ട്. വന്ന് ഒരുപാട് മോട്ടിവേഷൻ വാക്കുകളും, പുള്ളിക്ക് 16 കോടിൻ്റെ വീടുണ്ട്, അതുകൊണ്ട് എന്നാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അതായത് ക്യാഷിൻ്റെ പുറത്ത് എന്തുവേണോ നേടാം എന്നുള്ള സംസാരങ്ങളോട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ. നമ്മുടെ MD എന്ന് പറയുന്നത് ജോയി ജോസഫാണ്. ഈ ജോയി ജോസഫാണ് എനിക്ക് പ്രൊമോഷനും തന്നത്. 6 മാസം നല്ല ട്രെയിനിങ് ആയിട്ട് ഞാൻ ഏകദേശം 1.5 കൊല്ലം 1 കൊല്ലം 6 മാസത്തിൻ്റെ അടുത്ത് ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ അടിച്ചുറക്കും. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട ഹാളിൽ വേറെ ബെഡൊന്നുമില്ല, നമുക്ക് ഫുൾ എല്ലാവരും തറയിൽ തന്നെ കിടക്കണം. ഏകദേശം ഒരു റൂമിൽ തന്നെ എങ്ങനെയായാലും ഒരു 10-18 പേരുണ്ടാവും. ഇത്രയും പേര് ഒരു റൂമിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം. അങ്ങനത്തെ ഒരു ചെറിയ വാടക വീട്ടിലൊക്കെയാണ് നമ്മൾ താമസിപ്പിച്ചതെന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വെറും ബ്രാഞ്ചിൻ്റെ ഒരു ഓഫീസ് മാത്രമാണ്. ഹെഡ് ഓഫീസ് എറണാകുളത്ത് എടപ്പള്ളിയിൽ HPL എന്ന് പറഞ്ഞ കമ്പനിയാണെന്ന് പറയും. കൂടുതൽ വിവരങ്ങളുമായി ഷീന മാർട്ടിൻ, നിഖിൽ അളവൂർ, ഷമീർ അബ്ദുൾ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഷീനയിലേക്കാണ് ആദ്യം പോകുന്നത്. ഷീന, ഗുഡ് മോർണിംഗ്. ഈ വാർത്ത വ്യാജമാണ്, ദൃശ്യങ്ങൾ അടക്കം വ്യാജമാണ് എന്ന വിധത്തിൽ വ്യാപകമായ പ്രചാരണമാണ് ഈ കമ്പനിയെ അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളോ പറയുന്നത്. പക്ഷെ നമ്മൾ തെളിവുകൾ സഹിതമാണ് വാർത്തകൾ നൽകിയത്. ആളുകളുടെ മുഖം ഉള്ള ബൈറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട എന്ന് കരുതി മാത്രമാണ് നമ്മൾ ആ മുഖം മാസ്ക് ചെയ്ത് കാണിക്കുന്നത്. ആ അർത്ഥത്തിൽ അതിൽ ഫിനാൻ എന്ന് പറയുന്ന സുഹൃത്ത് നമ്മളോട് പേരടക്കം പറഞ്ഞ് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജീവിച്ചിരിക്കുന്ന തെളിവുകൾ കയ്യിലുള്ളപ്പോൾ പോലും ഇതങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ പരാതികൾ രംഗത്ത് വരുന്ന സാഹചര്യമല്ലേ ന്യൂസ് മലയാളം ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഷീന? തീർച്ചയായും ബിനിൽ പറഞ്ഞതുപോലെ തന്നെ പരാതികൾ എന്ന് പറഞ്ഞാൽ അത് എറണാകുളം ജില്ലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മലപ്പുറം ജില്ലയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരാതിയല്ല. ഈ പരാതികൾ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിലുള്ള എല്ലാ കുട്ടികളും, അതായത് ഈ പീഡനമൊക്കെ അനുഭവിച്ചു വന്ന എല്ലാ കുട്ടികളും പരാതി കൊടുക്കാൻ ഇപ്പോൾ തയ്യാറാണ്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇവർ ഓരോരുത്തരായി വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഭയമായിരുന്നു ഇത്രയും നാള്, കാരണം ഞങ്ങളുടെ സപ്പോർട്ടിന് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു പരാതി പറയാൻ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലും ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി പറയാൻ എത്തുമ്പോൾ അത് കൃത്യമായി ഈ മാനേജർമാരുടെ കയ്യിൽ എത്തുന്നു. ആ പരാതിയല്ല, ഞങ്ങൾ പറയുന്ന പരാതിക്ക് ഞങ്ങൾക്കുണ്ടാവുന്നത് ഭീഷണിയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമവും ഇത്ര നാളും നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് മലയാളത്തെ ഞങ്ങൾ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പരാതികൾ തുറന്ന് പറയണം. ഞങ്ങൾക്ക് പരാതിയുണ്ട്. 3 വർഷവും 8 വർഷവും 11 വർഷവും ഒക്കെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആൾക്കാർ, അതായത് അവിടെ നിന്നും ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാതെ ഈ ക്രൂര പീഡനങ്ങളൊക്കെ അനുഭവിച്ച കുട്ടികളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവരുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ തള്ളിക്കളയുക? എങ്ങനെയാണ് അവരുടെ അനുഭവങ്ങൾ ഇതൊന്നും സത്യമല്ല, ഈ വീഡിയോയിൽ വന്നതൊന്നും സത്യമല്ല എന്ന് നമുക്ക് ചിന്തിക്കാനാവുക? ഇവർ പറയുന്നത് ഇവർ അനുഭവിച്ച കാര്യങ്ങൾ ഓരോ തെളിവുകൾ വെച്ചിട്ടാണ്. ഓരോ രാത്രിയിലും ഇവർ അനുഭവിച്ച കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരു സിസ്റ്റം ഉണ്ട്. നമുക്ക് ഈ കുട്ടികൾ തന്ന ബൈറ്റിൽ പറയുന്നത് പോലെ
പോലെ തന്നെ ഈ പരിപാടിക്ക്, അതായത് ഇവർക്ക് ഈ പറയുന്ന ഓരോ പരിപാടിക്കും ഓരോ സിസ്റ്റം ഉണ്ട്. അതായത് ക്രൂരതയ്ക്ക് ഓരോ ലെവലുകളുണ്ട്. ഓരോ ലെവൽ, ട്രെയിനിക്ക് ഒരു ലെവല്, അതിന് മുകളിലുള്ളവന് വേറൊരു ലെവല്. അത്തരത്തിൽ ഈ ക്രൂരതയ്ക്കടക്കം ഇവർ ഒരു ഹൈറാർക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഹൈറാർക്കിയിലൂടെയാണ് അവർ ക്രൂരത നടത്തുന്നത് എന്നുള്ളതാണ്. ഈ വിവരങ്ങളൊക്കെ തന്നെയും ഓരോ കുട്ടികളും നമ്മളോട് പറയുന്ന വിവരങ്ങൾ, നമ്മൾ കൂടുതൽ ആൾക്കാരുടെ ബൈറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെ പ്രതികരണങ്ങൾ ന്യൂസ് മലയാളം തേടുമ്പോൾ നമ്മൾ അങ്ങോട്ട് തേടുന്നതിനേക്കാൾ ബിനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ഈ കുട്ടികൾ, ഈ പീഡനം അനുഭവിച്ച ഈ കുട്ടികൾ നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുകയാണ്. കാരണം അവർക്കത് തുറന്ന് പറയണം. മറ്റു മാധ്യമങ്ങളിൽ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ അവർ വിലക്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സ്ഥാപനങ്ങളിൽ നിലവിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഷീനയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നിഖിൽ അളവൂർ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖിലിനോട് സംസാരിച്ച ആ വ്യക്തി അടക്കം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യാപകമായി കേരളമാകെ നടക്കുന്ന ഒരു വലിയ പീഡന ശൃംഖലയുടെ ചങ്ങലയുടെ ഭാഗമാണ് എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് നമ്മൾ പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈറ്റുകൾ. അവിടെ കണ്ണൂരിൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാകാൻ സാധ്യതയില്ലല്ലോ. കാരണം പല ആളുകളും തുറന്നു പറയാൻ ഇപ്പോഴും മടിക്കുന്നുണ്ട്. അവരെ ഭയം ഭരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തൊക്കെയാണ് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞത്? ബിനിൽ, തീർച്ചയായും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പരാതികളാണെന്നോ പറയാനാവില്ല. ഞാൻ സംസാരിച്ചത് കണ്ണൂർ തലശ്ശേരി സ്വദേശിയോടാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിന് പുറത്തൊരിടത്ത് ജോലി ചെയ്യുകയാണ്. 8 വർഷം മുൻപാണ് ഈ സ്ഥാപനത്തിൽ ആ യുവാവ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹചര്യം, അദ്ദേഹം എന്നോട് ഈ സംസാരിച്ച് തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം, നമ്മുടെ സാഹചര്യം എന്താണ് എന്ന് ഈ ഇൻ്റർവ്യൂ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് ഇവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം BTech കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ പത്രപരസ്യം കാണുന്നത്. അദ്ദേഹത്തിന് ചില സപ്ലികൾ ഉണ്ടായിരുന്നു ചില പേപ്പറുകളിൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ജോലി ആ നിലയ്ക്ക് കിട്ടുമായിരുന്നില്ല. അതുകൊണ്ടാണ് പത്രപരസ്യം കണ്ടപ്പോൾ ഈ അസിസ്റ്റന്റ് മാനേജർ എന്നൊരു പോസ്റ്റ് കണ്ടപ്പോൾ അതിനായി അപേക്ഷിക്കുന്നത്. അത് കൃത്യമായി ആ കമ്പനി മുതലെടുക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ചെന്ന് പെട്ടതിന് ശേഷമാണ് ഈ ഫീൽഡ് വർക്കാണ് അല്ലെങ്കിൽ ഫീൽഡിൽ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കേണ്ടുന്ന ജോലിയാണ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യത്തിൽ ആ ജോലി എടുക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. കാരണം വീട്ടിലും നാട്ടുകാരോടുമൊക്കെ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ സാഹചര്യം കൃത്യമായി ഇവർ മുതലെടുത്തിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഈ സാമ്പത്തിക സ്ഥിതി എന്താണോ അവിടേക്ക് എത്തുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി എന്നത് കൃത്യമായി ഇവർ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചതിനനുസരിച്ചാണ് എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, ഇവരെങ്ങനെ ട്രാപ്പിൽ പെടുത്താമെന്ന് തീരുമാനിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള കുടുക്കു കൂടി ഇവർ ഈ ആളുകളെ അവിടെ ട്രാപ്പ് ചെയ്യുന്നതിന് മറ്റൊരു രീതി ഉണ്ടായിരുന്നു. അത് പ്രധാനമായും പെൺകുട്ടികൾക്കെതിരെയാണ് ഇവർ പ്രയോഗിച്ചതെന്നാണ് പറയുന്നത്. ഞാൻ സംസാരിച്ച വ്യക്തിക്ക് തന്നെ അറിയുന്ന 3-4 കേസുകൾ അത്തരത്തിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ പെൺകുട്ടികളെ ആദ്യം അവിടെയുള്ള ഈ മാനേജർമാർ അല്ലെങ്കിൽ അവരുമായി അടുത്ത് നിന്ന ആളുകൾ അവരുമായി വലിയ സൗഹൃദം ഉണ്ടാക്കിയെടുക്കും. ആദ്യം ആ സൗഹൃദം ഉണ്ടാക്കിയതിന് ശേഷം വളരെ അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ വായ്പയായൊക്കെ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വാങ്ങിയതിന് ശേഷം പക്ഷേ ഇത് തിരിച്ചു കൊടുക്കില്ല. ഈ സാമ്പത്തികമായി അത്ര ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല അവിടേക്ക് ഈ ജോലിക്ക് എത്തുന്നത്. അപ്പോൾ ഇവരുടെ ഈ സ്വർണ്ണാഭരണം ഇവർ വാങ്ങി കയ്യിൽ വയ്ക്കുകയും പണയം വയ്ക്കുകയും എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇവർ ഇത് കയ്യിൽ വാങ്ങി വയ്ക്കുന്നു. അത് പിന്നീട് തിരിച്ചു നൽകുന്ന സാഹചര്യം ഉണ്ടാകില്ല. അതോടുകൂടി ഈ കുട്ടികൾ അവിടെ ട്രാപ്പ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന്, നേരത്തെ നമ്മുടെ പ്രതികരണങ്ങളിൽ ചിലർ പറഞ്ഞ കാര്യം ഇദ്ദേഹവും ആവർത്തിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ആകെ നൽകുന്നത് ഈ ബസ് ചാർജ് മാത്രമാണ്. അതായത് അങ്ങോട്ട് പോകാനുള്ള ബസ് ചാർജ്, ഫീൽഡിലേക്ക് പോകാനുള്ള ബസ് ചാർജ് മാത്രമാണ് നൽകുക. പിന്നീട് ഇവരുടെ ഭക്ഷണത്തിനുള്ള തുക, ഇവർക്ക് തിരിച്ച് ഇവരുടെ ഈ റൂമിലേക്ക് വരാനുള്ള തുക, ബസ് ചാർജ്, ഇതൊക്കെ ഈ സാധനങ്ങൾ വിറ്റ് വേണം ഇവർ കണ്ടെത്താൻ. പലപ്പോഴും ഇവർ പറയുന്നത് ഞങ്ങളുടെ ദൈന്യത കണ്ട് ആളുകൾ ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിയൊക്കെ സഹായിച്ചത് കൊണ്ടാണ് പോയത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവർ ഈ ഭക്ഷണത്തിനും ഈ യാത്രയ്ക്കും ചെലവാക്കുന്ന തുകയുണ്ട്. ആ തുക ഇവർ ഇങ്ങനെ ഈ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് തന്നെ ഈ കമ്പനി ഈടാക്കുകയും ചെയ്യും. ഇവരോട് 25-30% വരെ കമ്മീഷനാണ് ഓരോ സാധനങ്ങളും വിറ്റാൽ പറയുന്നത്. എന്നാൽ ആ കമ്മീഷൻ എന്ന് പറയുന്ന തുകയിൽ നിന്ന് ഇവർക്ക് ചെലവായ തുക ഈ കമ്പനി പിടിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ 4 മാസം അവിടെ ജോലി ചെയ്ത്, ആലുവയിലായിരുന്നു ഞാൻ സംസാരിച്ച വ്യക്തി ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ഈ 4 മാസം ജോലി ചെയ്ത് അവിടെ നിന്ന് ബുദ്ധിപൂർവ്വം അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു.
ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയത് 8,000 രൂപയാണ്. 4 മാസം ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് ഫീൽഡിലിറങ്ങി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരന്, ബിടെക് കോഴ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരന് 8,000 രൂപയാണ് 4 മാസം ഇത്രയും ക്രൂരമായ അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത് എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത് ഇത് ഞാൻ മാത്രമല്ല, നിരവധി ആളുകൾ ഇത്തരത്തിലുണ്ട്. ഇതൊന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിഖിൽ ചൂണ്ടിക്കാട്ടുന്നത്. യഥാർത്ഥത്തിൽ അത് അവിടെ അവഗണനയാണ്, അടിമത്തമാണ്, ചൂഷണമാണ്. ചൂഷണം എന്ന് പറഞ്ഞാൽ കൊടിയ ചൂഷണമാണ് ആ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകളാണ്. അപ്പോഴാണ് ചില ഭാഗങ്ങളിൽ നിന്ന് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. അതിനെ കൃത്യമായി തുറന്നു കാട്ടുക തന്നെയാണ് ന്യൂസ് മലയാളം ചെയ്യുന്നത്. ഷമീർ അബ്ദുൾ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ഷമീർ, ഇന്ന് പുറത്തു കൊണ്ടുവന്ന ഭീഷണി സന്ദേശങ്ങൾ ഉൾപ്പെടെ ഈ ചങ്ങലക്കണ്ണികളുടെ ശക്തി എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതായത് അവിടെ കൊടിയ ചൂഷണം നടക്കുന്നു, കൊടിയ പീഡനം നടക്കുന്നു. ആരെങ്കിലും പരാതിപ്പെട്ടാൽ നിർബാധം അവർക്കെതിരെ പകപോക്കുന്ന നടപടി ഉണ്ടാവുക, ഭീഷണിപ്പെടുത്തുന്ന നടപടി ഉണ്ടാവുക, അവരെ പ്രാകുക. ഇപ്പോൾ അതിൻ്റെ മുതലാളി എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ അവരെ ശപിക്കുന്നതിന് തുല്യമായി ശാപവാക്കുകൾ നടത്തുന്ന വിധത്തിൽ അവരെ മാനസികമായും ശാരീരികമായും തളർത്തുക. അങ്ങനെ കൊടിയ പീഡനമുറകൾ നടക്കുന്നത് കേരളത്തിൽ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, അല്ലേ ഷമീർ? തീർച്ചയായിട്ടും ബിനിൽ, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോയ് ജോസഫിൻ്റെ പേരിൽ ഉള്ള ഈ ഏജന്റുമാർ എത്രയാണെന്നാണ്. 800-ലധികം ഏജന്റുമാർ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് കോടതിയിൽ സമർപ്പിച്ച ഒരു രേഖ ന്യൂസ് മലയാളത്തിൻ്റെ പക്കലുണ്ട്. 77 വാഹനങ്ങൾ ജോയ് ജോസഫിൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങൾ 800-ലധികം ഏജന്റുകൾ നേരിട്ടും അല്ലാതെയും ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ചെയിൻ പോലെയാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം. ആദ്യം ട്രെയിനിയായി എടുക്കും, രണ്ടാമത് ട്രെയിനറായി മാറ്റും, മൂന്നാമത് ഏരിയ അസിസ്റ്റന്റ് മാനേജറാക്കി മാറ്റും, പിന്നീട് സീനിയർ മാനേജറാക്കി മാറ്റും, പിന്നീട് ഏരിയ മാനേജറാക്കി മാറ്റും. ക്ഷമിക്കണം, ഷീനയും ഒപ്പം നിഖിലും എനിക്കൊപ്പം തുടരണം. ഇപ്പോൾ നമുക്കൊപ്പം ആൽബിൻ ചേരുന്നുണ്ട്. ആൽബിൻ ഈ പീഡനത്തിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തികളിൽ ഒരാളാണ്. ആൽബിൻ എത്ര നാൾ അവിടെ ജോലി ചെയ്തു? ഞാൻ ഓൾമോസ്റ്റ് 2015 തൊട്ട് 2018 പ്രളയം കഴിയുന്ന സമയം വരെ ഞാൻ അവിടെ ജോലി ചെയ്തു. ഇത് ജോലി ചെയ്തത് പല സ്ഥാപനങ്ങളിലായിട്ടാണ്. ഈ സ്ഥാപനങ്ങൾ ആദ്യം ഇവിടെ ഈ പറഞ്ഞ ഫീൽഡ് മാർക്കറ്റിംഗ് നടത്തുന്ന 2 സ്ഥാപനങ്ങളിൽ, പിന്നീട് ഇതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ പ്രൊഡക്ഷൻ നടത്തുന്ന ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്, പിന്നീട് ഞാൻ അവിടെ 1 വർഷം വർക്ക് ചെയ്തു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 2 വർഷം ഓൾമോസ്റ്റ് വർക്ക് ചെയ്തു. അപ്പൊ കുറെ കാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, അതും ഒരുപാട് നാളുകൾക്ക് മുമ്പാണ്. അതെ, ഞാൻ 2015-2018 ടൈമിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യം എന്തായിരുന്നു ആൽബിൻ? ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പാണല്ലോ. അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പത്രപരസ്യം കണ്ടിട്ടാണ്. നമ്മൾ ഓരോ പത്ര കട്ടിങ്സിൽ ജോലിക്ക് ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ പത്രപരസ്യം കണ്ടിട്ടാണ് നമ്മൾ അവിടെ വിളിക്കുന്നത്. നമ്മളവിടെ വിളിച്ച് ഇന്റർവ്യൂസ് ഉണ്ടാവും. ഇന്റർവ്യൂ ഒക്കെ വളരെ ടോപ്പ് ലെവലിലാണ്. ഏതോ വലിയ IAS ഇന്റർവ്യൂ നടത്തുന്ന പോലുള്ള ഇന്റർവ്യൂ ഒക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ വിചാരിക്കും എന്തോ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു രീതിയിലേക്കുള്ള ഒരു രീതിയിലായിരിക്കും വിചാരിക്കും. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു 2 വീക്ക് എല്ലാവരോടും പറയുന്നത് ഇന്റർവ്യൂ വിത്ത് ജോയിനിങ് എന്നാണ് പറയുന്നത്. ഇന്റർവ്യൂ വിത്ത് ജോയിനിങ്, അതായത് ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോയിനിങ് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനത് സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഞാൻ തിരിച്ചെന്റെ വീട്ടിൽ പോയി, തിരിച്ച് രണ്ടാമതാണ് ഞാൻ പിന്നീട് പോയി ജോലിയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ എന്തായിരുന്നു അവിടെ? നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭിച്ചിട്ടുണ്ടാകുമല്ലോ, അതിൽ ജോബ് ടൈറ്റിൽ, ആ ജോലിയുടെ സ്വഭാവം, ശമ്പളം എത്രയാണ് അതിൽ? അതാണ് സാർ അതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം. കാരണം നമ്മൾ ലീഗലായിട്ട് എവിടെയും മൂവ് ചെയ്യാൻ പാടില്ല. ജോബ് ടൈറ്റിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇല്ല. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ആ സ്ഥാപനത്തിന്റെ യാതൊരു രേഖയില്ല. അതുകൊണ്ടാണല്ലോ ഇവരിത്ര ധൈര്യം പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ബന്ധമില്ല. ഓക്കെ, അവിടെ ഈ നമ്മൾ ഈ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെയുള്ള റാഗിങ്, അതിനെന്തോ ഒരു ഓമനപ്പേര് അവർ പറയും, ആ പരിപാടി അന്നോ ഉണ്ടായിരുന്നു അവിടെ? ഇതിനേക്കാൾ ക്രൂരമായിട്ട് നടക്കുന്നു. ഇത് പുറത്തു വന്നിരിക്കുന്നത് ഒരു 10% മാത്രമാണ്. ഇതിനേക്കാൾ ക്രൂരമായത് പലരും പിടിച്ചിട്ട് പുറത്ത് പറയാത്തവരുണ്ട്. കുട്ടികൾക്ക് ഇതിനെ പീഡനങ്ങൾ നടന്നിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരാരും പുറത്ത് പറയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പലരും ഇപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് തന്നെ അവരിപ്പൊന്നും പുറത്തില്ല. ഞാൻ എന്നെ കഴിഞ്ഞ കാര്യം 2015 പുറകെ പലരും ആ ഒരു പേടി കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്.
ആൽവിൻ ഒരു കാര്യം കൂടി, ആൽവിൻ്റെ ടെലിഫോൺ റേഞ്ചിൽ എന്തോ ഒരു തകരാറുണ്ട് എന്ന് തോന്നുന്നു. കുറച്ച് റേഞ്ചുള്ള ഭാഗത്ത് നിന്നാൽ നന്നായിരിക്കും. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കഴുത്തിൽ ബെൽറ്റിട്ട് നായയെപ്പോലെ നടത്തിക്കുന്ന, നാണയം നക്കിക്കുന്ന ആളുകൾ ഉൾപ്പെടെ അത് പറയുന്നു വ്യാജമാണ് എന്ന വിധത്തിലാണ് അവർ പ്രതികരിക്കുന്നത്. ശരിക്കും അവർ നിവർത്തികേട് കൊണ്ടോ ഭയം കൊണ്ടോ എന്താണ് അവരങ്ങനെ പറയുന്നത്? അവരുടെ നിവൃത്തികേട് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയുള്ള. കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൊച്ചിയിലെ മാഫിയകളും ഒക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ഒരുപക്ഷെ നാളെ ഞാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭൂമി. ഓക്കെ, വ്യക്തമാണ്. ആൽവിൻ്റെ ടെലിഫോൺ ലൈനിൽ തകരാറുണ്ട്. ആൽവിൻ പറഞ്ഞു വെച്ചത് ഇതാണ്, വളരെ കൃത്യമായി ഭീഷണിയുണ്ട്, അവർക്ക് വലിയ മാഫിയകളുമായി, കൊട്ടേഷൻ സംഘങ്ങളുമായി ഉൾപ്പെടെ ബന്ധമുണ്ട് എന്നുള്ളതാണ് ആൽവിൻ എന്ന് പറയുന്ന അവിടെ 2015 മുതൽ 18 വരെ ജോലി ചെയ്തിരുന്ന വ്യക്തി, സഹോദരൻ നമ്മളോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ഓടി രക്ഷപ്പെടുകയായിരുന്നു ആൽവിൻ എന്ന് തന്നെയാണ് ആൽവിൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കൊപ്പം നമ്മുടെ 3 റിപ്പോർട്ടർമാരും തുടരുന്നുണ്ട്. ഷമീർ പൂർത്തിയാക്കാനായിരുന്നില്ല. ഷമീർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭീഷണിയുടെ കാര്യമാണ്. ഇപ്പോൾ ആൽവിൻ പറഞ്ഞതിലൂടെ വ്യക്തമാകുന്നുണ്ടല്ലോ, ആ വീഡിയോ ദൃശ്യങ്ങളിലുള്ള ആളുകൾ പോലും ആ ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പറയേണ്ട വിധത്തിലേക്ക് എത്തിച്ചത് ഈ ഭയമാണ് ഭരിക്കുന്നത് അവരെ. യഥാർത്ഥത്തിൽ നിവർത്തികേട് കൊണ്ടാണ് ആ മനുഷ്യർ അവിടെ നിൽക്കുന്നത് ഇപ്പോഴും തുച്ഛമായ ശമ്പളത്തിന്. തീർച്ചയായിട്ടും ഈ ആൽവിൻ പറഞ്ഞത് 100% ശരിയാണ്. കഴിഞ്ഞ ദിവസം ആൽവിനുമായി രാത്രി സംസാരിക്കുമ്പോൾ എന്തൊക്കെ പീഡനമാണ് അവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൽവിൻ പറഞ്ഞത് ടാർഗറ്റ് അച്ചീവ് ആയില്ലെങ്കിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ പൊട്ടിയ ടൈൽ അത് വായിൽ എടുക്കണം, എടുത്ത ശേഷം അത് ഈ പറയുന്ന ഏരിയ മാനേജറുടെ അടുത്തേക്ക് മുട്ടിലിഴഞ്ഞ് കൊണ്ടു കൊടുക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, വികലാംഗനായ സുഹൃത്തിനെ മുട്ടിലിഴയിച്ച് അടുക്കളയിൽ ഇരുന്ന കറി പൗഡർ നാവ് കൊണ്ട് എടുപ്പിച്ച് ഏരിയ മാനേജറിന്റെ മുമ്പിലേക്ക് കൊടുക്കണം. അത്രയും ക്രൂരമായ പീഡനങ്ങൾ നടന്നു എന്നാണ്, ആ കാലഘട്ടത്തിൽ നടന്നു എന്നാണ് ഇടുക്കി സ്വദേശിയായ ആൽവിൻ പറഞ്ഞത്. ആൽവിൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്ന് പറഞ്ഞു. അതുപോലെ കോവിഡ് പ്രളയ സമയത്ത് അവിടെ ഈ സ്ഥാപനത്തിലേക്ക് ധാരാളം. ഓക്കെ, വ്യക്തമാണ്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പല വിധത്തിലുള്ള പീഡനത്തിൻ്റെ കഥ കേട്ടുകൊണ്ടാണ് കേരളം ഈ 2 ദിവസങ്ങളിൽ ഉണർന്നുകൊണ്ടേയിരിക്കുന്നത്. കൊടിയ പീഡനമാണ് ഈ ഹിന്ദുസ്ഥാൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ, ഷീന, ഷമീർ എന്നിവർ.